ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ ചെറിയൊരു ഓണം സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പറ്റിയ ഒരു മണ്ടത്തരം എന്ന് വെച്ചാൽ, ഇന്ന് ചില കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. സെലിബ്രേഷൻ വെച്ചതാണെങ്കിൽ 3 മണിക്കായിപ്പോയി. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ 2:45 ആൾക്കാർ എത്തി തുടങ്ങി. എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കാത്തൂസിനൊക്കെ ഒരുക്കി സുന്ദരിയാക്കിയിട്ട് വന്നു. ഇവർ നല്ല ഫുൾ എനർജിയിലാണ്. ചില കുട്ടികളുടെ സ്കൂളിലൊക്കെ ഈ ഡെങ്കിപ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെലിബ്രേഷൻ ആയിരുന്നില്ല. പിന്നെ നമ്മുടെ വയനാട്ടിൽ അറിയാലോ, അതുകൊണ്ട് സെലിബ്രേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഭയങ്കര നിർബന്ധമായിരുന്നു, ചേച്ചി സെലിബ്രേഷൻ വേണം, ചേച്ചി സെലിബ്രേഷൻ വേണം. ഇത് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ ഞങ്ങൾ വരണേക്കാൾ മുമ്പ് തന്നെ ഇവർ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഡെസ്കും ബെഞ്ചൊക്കെ ഒതുക്കി അടിച്ച് വരിട്ടു. അങ്ങനത്തെ പരിപാടികളൊക്കെ അവർ കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ പരിപാടി അടിയിക്കാന്ന് അറിയിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടിച്ചാടി പോവുക. ചെറുതായിട്ട് ചിലർക്ക് സങ്കടം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അടിയിൽ പോകണ്ടേ. പക്ഷെ അടിയിലാകുമ്പോൾ നമുക്ക് ഇത്ര കൂടി മണ്ണും പൊടിയും വെള്ളമൊക്കെ ആക്കാമല്ലോ. അങ്ങനെ വിളിച്ചിട്ടാണ് അടിയിലാക്കിയത്. പക്ഷെ അടിയിൽ വന്നപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഉള്ള തണലത്ത് വെച്ചാക്കാം എന്ന് വെച്ചു. അധികം ഗെയിംസൊന്നുമില്ല, കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഗെയിമായിട്ട് വിചാരിച്ചെന്ന് വെച്ചാൽ പൂക്കളം ഇടൽ, നമ്മുടെ ഓണപ്പൂക്കളം ഇടലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. വലിയ കുട്ടികളും ചെറിയ കുട്ടികളും മിക്സ് ആയിട്ടുള്ള 3 ഗ്രൂപ്പാണ്. ഗെയിം 10 മിനിറ്റ് തരും. 10 മിനിറ്റിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പൂക്കളും പിന്നെ ഇലകളും ഒക്കെ പറിച്ച് പൂക്കളിടുക എന്നുള്ളതാണ്. പൂക്കളം വലുപ്പത്തിൻ്റെ ആവശ്യമില്ല, ഏറ്റവും ചെറിയ പൂക്കളായാലും മതി, നീറ്റായിരിക്കണം. അതുപോലെ പൂക്കളത്തിൻ്റെ ചുറ്റും ഭയങ്കര എന്താ പറയുക, പൂക്കളും ഇലയും വേസ്റ്റൊക്കെ മാറ്റി വെക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ അവർ കഴിഞ്ഞ് ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും അതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം. അതൊക്കെയാണ് ഗെയിമിൻ്റെ റൂള്. അപ്പം പിന്നിൽ ഇതേ കുറേ ആൾക്കാർ ഓടണം കാണാം, പൂവും ഇലയൊക്കെ പറിക്കാനുണ്ട്. സംഭവം വെച്ച് കഴിഞ്ഞാൽ പൂവ് ഇവിടെ അധികമൊന്നും ഇല്ല. മൊത്തത്തിൽ ഈ കൊല്ലം പൂവിന് ഭയങ്കര ക്ഷാമമാണ്. ഇവരിപ്പോൾ നല്ല മുള്ളുള്ള നാരങ്ങയില്ലേ, അതിൻ്റെ അല്ല, പിന്നെ ലൂബിക്കയുടെ അല്ല, അതിനൊക്കെ മുള്ളുള്ളത്, അതൊക്കെ പറിച്ചിട്ട് വരുന്നുണ്ട് ഇടയിൽ. അപ്പം അത് ഇടയിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റിങ് ചെയ്ത് ഇവർ കുറച്ച് 10 മിനിറ്റ് കൊണ്ട് ഇവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവർ പ്ലാൻ ചെയ്യാൻ ഒരു 5 മിനിറ്റ് കൊടുത്തപ്പോഴേ ഇവർ പറഞ്ഞു മതി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഇത്ര മതി എന്നൊക്കെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. നമ്മുടെ കാത്തതയോടെ വണ്ടറടിച്ചിരിക്കുന്നുണ്ട്, എന്തിപ്പം നടക്കണേ. അങ്ങനെ ദേ ഇവിടെ അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പൂക്കളുടെ. എന്നാലും ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും കുഞ്ഞ ടൈം കൊണ്ട് അവർ ഇത്രയും നല്ല രസമായിട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിപ്പമൊന്നും വേണ്ടാന്ന്. ഇപ്പം കാണുന്നത് ഫസ്റ്റ് കിട്ടിയ പൂക്കളാണ്. ഇവരെ ചെറിയ പൂക്കളാണ്, പക്ഷേ ഇത്രയും കൂടി മറ്റു പൂക്കളത്തെ വെച്ചിട്ട് ഇത്രയും കൂടി നീറ്റായിരുന്നു. ഇത് സെക്കൻഡ് കിട്ടിയത്, മറ്റേത് തേർഡ്. ഈ ഓർഡറിൽ തന്നെയാണ് പോയത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. പിന്നെ നമ്മൾ ചെറിയ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഗിഫ്റ്റൊന്നും ഇല്ല, ചെറിയ കുറച്ച് ഗെയിംസ് അല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഗിഫ്റ്റ്, പേന, പിന്നെന്താ മിഠായി, ബലൂൺ, ഡയറി മിൽക്ക്, അങ്ങനെ സംഭവിക്കാൻ വെച്ചത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയവർക്കും സെക്കൻഡ് കിട്ടിയവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് കൊടുത്ത സവാള മിഠായി തന്നെയായിരുന്നു. പേന തന്നെയായിരുന്നു. കാരണം പേനയാണ് നമ്മൾ ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് പിന്നെ വണ്ടി എത്തിയപ്പോഴാണ് പിന്നെ ഇടയിൽ പോയിട്ട് ബാക്കി ഗിഫ്റ്റൊക്കെ വാങ്ങിയത്. ഫസ്റ്റ് ഗെയിമിൽ തന്നെ എല്ലാവരും ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇനി ഗെയിംസ് വരുന്നുള്ളൂ. എന്നാലും ഞങ്ങൾ ആദ്യം കുറച്ച് ലാഗ് എടുപ്പിച്ചു, കാരണം ഇനി ആരെങ്കിലും വരെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ട്. ഇപ്പോഴും 3 വരെ മുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവർ വയ്യാത്തതുകൊണ്ടും പിന്നെ പുറത്ത് പോയി കാണാൻ, അതുകൊണ്ടാണ് എത്താനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാത്തു സൈഡിലിരുന്ന് കളിക്കേണ്ടത് കാണാട്ടോ. അപ്പോൾ വെയിൽ പക്ഷേ ഒരു നിലയ്ക്കും പോണില്ല എന്നുള്ളൊരു ലക്ഷണമായി. അങ്ങനെ നമ്മൾ അടുത്ത ഗെയിം പറഞ്ഞിട്ടുണ്ട്. ഇതിലും ഈ സെയിം ടീം തന്നെയാണ്. ഓരോ ടീമും 2 പെർഫോമൻസ് കാഴ്ചവെക്കണം, ഇഷ്ടമുള്ളതാവാം. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അതിൽ നിൽക്കുന്ന 2 പേരുണ്ടല്ലോ, അവർ ഇങ്ങനെ നമ്മൾ വല്ല ഗെയിംസ് വയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ ഫുൾ പാട്ട് ഇവർ കാണാണ്ട് പഠിച്ച് പാടി എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ രസം. എന്നിട്ട് ഇതേ അടുത്തതിൽ ഇവർ വേറെ ഒരു ടീം അവതരിപ്പിച്ച സംഭവമാണ് സ്കിറ്റ്. നമ്മൾ എന്ത് വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു സ്കിറ്റ്.
അടുത്തൊരു വെറൈറ്റി കൊണ്ടുവന്ന ഈ ടീമാണ്. ഇവർ ഫാഷൻ ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ലുക്സാണ്. ഒരാൾ ട്രഡീഷണലും ഒരാൾ മോഡേണാണ്. പക്ഷെ വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതത്ര വലിയ കാര്യമായിട്ട് ഏറ്റില്ല എന്ന് വേണം പറയാൻ. പിന്നെ അടുത്ത വലിയൊരു എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കയറിയൊരു സംഭവമാണ് വടംവലി. ഈ ബോയ്സ് തുടക്കത്തിലേ പറയുന്നത് ബോയ്സ് വേഴ്സസ് ഗേൾസ് വടംവലി വെക്കണം, അവർ ജയിക്കും നിങ്ങൾ തോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്തുണ്ടായി, ഞങ്ങൾ ജയിച്ചു, അവർ തോറ്റു. ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അമ്മ അവിടെ ചുറ്റോടിലിരിക്കുന്നുണ്ട്, കാത്തിൻ്റെ കാർപ്പറേഷൻ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നേരമുള്ളൂ. പിന്നെ ഞങ്ങൾ ജയിച്ചു. അങ്ങനെ ജയിച്ചെന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാതെ നിൽക്കുമ്പോഴാണ് പറഞ്ഞ ഒരു സൈഡില്ല 2 സൈഡിൽ നിന്ന് വിളിക്കണമെന്ന്. അപ്പോൾ വിചാരിച്ചു തോറ്റു കഴിഞ്ഞു, എങ്ങനെയോ ഒന്ന് ജയിച്ചതാണ്. പക്ഷെ പിന്നെ വീണ്ടും ഞങ്ങൾ തന്നെ വീണ്ടും ജയിച്ചു. അങ്ങനെ വടംവലി അത്യാവശ്യം ഹിറ്റായി. എല്ലാ ആൺകുട്ടികൾക്കൊക്കെ ഒരു ക്ഷീണമായി, പെൺകുട്ടികൾക്കൊക്കെ ഒരു എനർജിയായി. ലാസ്റ്റ് പിന്നെ കളിച്ച ഗെയിമാണ് ഈ ബലൂൺ കാലുമ്മ കെട്ടിയിട്ട് അത് മറ്റുള്ളവരുടെ ബലൂൺ പൊട്ടിക്കുക, നമ്മുടെ ബലൂൺ പൊട്ടിക്കാണ്ട് നോക്കുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ഈ 2 എണ്ണമായിരുന്നു. ഒരെണ്ണം ബലൂൺ കെട്ടി കളിക്കുന്നതും പിന്നെ ഒരെണ്ണം ഈ വടംവലി. ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നടന്നുണ്ട്. നമ്മുടെ കസാരക്കളി നടന്നുണ്ട്, ഓട്ട മത്സരം നടന്നുണ്ട്. പിന്നെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക വെച്ചിട്ട് സ്പൂൺ റേസ് നടന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണ സെലിബ്രേഷൻ്റെ പരിപാടികൾ. വലിയ വലിയ ഗ്രാൻഡാണോയെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എല്ലാവരും നല്ല സന്തോഷമായി, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാം. കളിയൊക്കെ തുടങ്ങിയപ്പോൾ ആൾക്കാരെല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. നല്ല ഓട്ടവും ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു പ്രശ്നം ചെയ്തതിൽ ഒരാൾക്ക് ബലൂൺ നല്ല പേടിയാണ്. അപ്പോൾ ബലൂൺ അടുത്തേക്ക് വരുന്നത് പേടിയാണ്. ഊതാത്ത ബലൂൺ വരെ കൊണ്ടുപോകുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതത്ര അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓണ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ. നമ്മൾ ഏതാണ്ട് 3:15 3:30 തുടങ്ങി 7 മണി വരെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓണാഘോഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.